നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, സഞ്ജന വന്നല്ലോ. എന്തൊക്കെയുണ്ട് സഞ്ജന വിശേഷങ്ങള്? സഞ്ജനയ്ക്ക് മടങ്ങി പോകാനുള്ള സമയമൊന്നും ആയില്ലേ? ഇനിയിപ്പോ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് സഞ്ജന മുത്തശ്ശിയോട് പറയുന്നത് കേട്ടു. ആണോ സഞ്ജന? ന്യൂ ഇയറിന് ശേഷവും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്കെന്ത് മാറ്റം വരാനാ? ഇത് തന്നെ അവസ്ഥ. എങ്കിൽ പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവല്ലേ വേണ്ടത്. ചേച്ചിക്ക് അതിനുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വിവാഹത്തിന് ഓക്കെ ആണെന്ന് പറയോ? വിവാഹോ? അതെങ്ങനെ നടക്കും? വിവാഹം നടക്കുന്നത് എങ്ങനെയാന്ന് സഞ്ജനയ്ക്ക് അറിയില്ലേ? വീൽ ചെയറിലിരുന്നുള്ള വിവാഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. സഞ്ജുന് എന്റെ പ്രയാസം അറിയില്ലല്ലോ. നീ സത്യമാണോ ഈ പറയുന്നത്? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഓൾറെഡി കഴിഞ്ഞതല്ലേ. സഞ്ജന കരുതുന്നത് ബെഡിലും വീൽ ചെയറിലും കഴിയുന്ന ചേച്ചി എങ്ങനെ വിവാഹത്തിന് തയ്യാറാവുന്ന്. പക്ഷേ സ്നേഹിച്ചവർക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും വേർപിരിയാൻ കഴിയോ? ക്ഷേത്രത്തിൽ വെച്ചൊരു താലി കെട്ടിയാലും വിവാഹമല്ലേ? ഞാൻ ആദ്യം കരുതിയത് സഞ്ജുവായിട്ട് അകലാന്ന. പക്ഷെ സഞ്ജുവിന് അതിന് കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറെ സീനൊക്കെ ഉണ്ടായി. നിന്റെ അവസ്ഥ എനിക്കാണ് വന്നതെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് സഞ്ജു എന്നോട് ചോദിച്ചു. നിന്റെ ശരീരത്തെ അല്ല, മനസ്സിനെ ഞാൻ സ്നേഹിച്ചെന്ന് പറയാൻ ഒരു പുരുഷനുണ്ടെങ്കിൽ ജീവിക്കാൻ വേറെ എന്ത് വേണം? എനിക്കൊന്നും നഷ്ടമായിട്ടില്ലെന്നല്ലേ കരുതാൻ? ശരിയല്ലേ സഞ്ജന? ശരിയാണ്. അമ്മു, സഞ്ജനയ്ക്കൊരു ചായ കൊടുക്ക്. ചിരിച്ചും കളിച്ചും കുറെ നേരമായിട്ട് തുടങ്ങിയിരിപ്പാ. ഇനി എനിക്കൊന്ന് കിടക്കണം. നല്ല ഉറക്കമെന്ന് തുടങ്ങി. ചേച്ചി കുറെ നേരം കിടന്നോ? സഞ്ജനയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. ചേച്ചി ആരും ബുദ്ധിമുട്ടിക്കാൻ വരില്ല. അവള് പോയോ? ഇപ്പൊ പോയെങ്കിലും അവൾ ഇനിയും ലോഹ്യം കൂടാൻ വരും. ചേച്ചി ഒട്ടും അഴിഞ്ഞു കൊടുക്കരുത്. അതിന് എന്റെ കൂടെ നീയില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.